ഏറ്റവും പ്രയാസമേറിയതുമായ പാതയാണിത്. 1. എന്താണ് ഈ കൊങ്കൺ റെയിൽവേ? മഹാരാഷ്ട്രയിലെ രോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള ഏകദേശം 741 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ പാതയാണിത്. ഇത് പശ്ചിമഘട്ട മലനിരകളിലൂടെയും അറബിക്കടലിന്റെ തീരത്തുകൂടിയുമാണ് കടന്നുപോകുന്നത്. 2. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഈ പാത നിർമ്മിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാടുകളും പുഴകളും കൂറ്റൻ മലകളും നിറഞ്ഞ സ്ഥലമായിരുന്നു ഇത്. പാലങ്ങൾ. ഈ പാതയിൽ ഏകദേശം 2000-ലധികം പാലങ്ങളുണ്ട്. ഇതിൽ മനോഹരമായ വലിയ പാലങ്ങളും ചെറിയ പാലങ്ങളും ഉൾപ്പെടുന്നു. തുരങ്കങ്ങൾ, ടണൽസ്. മലകൾ തുരന്നുണ്ടാക്കിയ 91 തുരങ്കങ്ങൾ ഈ പാതയിലുണ്ട്. ഇതിൽ കർബുഡെ എന്ന തുരങ്കത്തിന് 6.5 കിലോമീറ്റർ നീളമുണ്ട്. ട്രെയിൻ ഇതിനുള്ളിൽ കയറിയാൽ കുറെ നേരം ഇരുട്ടായിരിക്കും. 3. രത്നഗിരിയിലെ ആ വമ്പൻ പാലം. രത്നഗിരിയിലുള്ള പൻവേൽ നദിക്ക് കുറുകെയുള്ള പാലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലങ്ങളിൽ ഒന്നാണ്. കുത്തനെ നിൽക്കുന്ന വലിയ തൂണുകൾക്ക് മുകളിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല പേടിയും കൗതുകവും തോന്നും. 4. മനോഹരമായ കാഴ്ചകൾ. കൊങ്കൺ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു വിനോദയാത്ര പോലെയാണ്. ഒരു വശത്ത് പച്ചപിടിച്ച പശ്ചിമഘട്ട മലനിരകൾ, മറുവശത്ത് തെങ്ങിൻ തോപ്പുകളും ചെറിയ അരുവികളും. മഴക്കാലത്താണെങ്കിൽ 100 കണക്കിന് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ട്രാക്കിന് അരികിൽ കാണാം. 5. ശ്രീധരൻ എന്ന മെട്രോമാൻ. ഈ വലിയ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് മലയാളിയായ ശ്രീധരനാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു പാത നിർമ്മിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെട്രോമാൻ എന്ന് വിളിക്കുന്നത്. 6. കേരളത്തിന് എന്താണ് ഗുണം? കൊങ്കൺ റെയിൽവേ വരുന്നതിനു മുമ്പ് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകണമെങ്കിൽ ചെന്നൈ വഴി ഒരുപാട് ചുറ്റിക്കറങ്ങണമായിരുന്നു. എന്നാൽ ഈ പാത വന്നതോടെ യാത്ര വളരെ എളുപ്പമായി. ഇന്ന് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകാൻ ഈ മനോഹരമായ പാതയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്.